ഹലോ സ്റ്റുഡൻസ്, നമുക്കിന്ന് 9th സ്റ്റാൻഡേർഡ് മാത്തമാറ്റിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ പേസ് ഓഫ് ഇക്വേഷൻ എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ പേജ് നമ്പർ 10-ലെ 4th ക്വസ്റ്റ്യനാണ് ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ബുക്ക് എടുത്തുകൊണ്ട് വരെ എൻ്റെ അടുത്ത് നിന്ന് ചെയ്യുക. നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്കൊന്ന് വായിക്കാം. ഓക്കെ, എ വയർ 3.5 മീറ്റർ ലോങ്. ഓക്കെ, സോ ലൈക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി കാണിച്ചു തരാം. ഒരു വയർ, ഓക്കെ, അതിൻ്റെ ലെങ്ത് എത്രയാണ്? 3.5 മീറ്റർ. സോ അതെന്ന് പറയുന്നത് എന്ത് ചെയ്യണം? എസ് ലോങ് ഈസ് ടു ബി കട്ട് ഇൻ ടു 2 പീസസ്. ഓക്കെ, അപ്പോൾ ആ ഒരു വയറിനെ നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്യണം. സോ ലൈക്ക് ഇതിനെ രണ്ടായിട്ട് ഞാൻ കട്ട് ചെയ്യണം. ഓക്കെ, സോ കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം? സോ ലൈക്ക് ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം വിത്ത് 1 പീസ് ബെൻഡ് ഇൻ ടു എ സ്ക്വയർ. അപ്പം ഒരു പീസ്, ഈ ഒരു പീസിനെ ഞാൻ സ്ക്വയറിലേക്ക് ആക്കണം, സ്ക്വയറിൻ്റെ ഷേപ്പിലേക്ക് ആക്കണം. അതുപോലെ തന്നെ അടുത്തൊരു പീസിനെ ഞാൻ എന്ത് ചെയ്യണം? ആൻഡ് ദ അതർ ഇൻ ടു ആൻ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ. സോ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് വെച്ചാൽ എന്തുവാ? എല്ലാ സൈഡും സെയിം ആയിട്ടുള്ള ട്രയാങ്കിളിനെയാണ് നമ്മൾ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എല്ലാ സൈഡും സെയിം അല്ലേ സ്ക്വയറിൻ്റെ. അപ്പം സ്ക്വയർ എല്ലാ സൈഡും സെയിം ആയിട്ടുള്ള സ്ക്വയറും എല്ലാ സൈഡും സെയിം ആയിട്ടുള്ള നമുക്കൊരു ട്രയാങ്കിളും കൂടെ ഈ കട്ട് ചെയ്തേക്കുന്നത് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നതാണ് ദ ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് ബോത്ത് മസ്റ്റ് ബി ദ സെയിം. ഓക്കെ, സോ എല്ലാത്തിൻ്റെ സൈഡ് ഈക്വൽ ആയിരിക്കണം, സെയിം ആയിരിക്കണം. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ സൈഡ് ഇപ്പോൾ ലെറ്റ്സ് എക്സ് ആണെങ്കിൽ എല്ലാത്തിൻ്റെയും സൈഡ് ഓക്കെ മൊത്തം എക്സ് ആയിരിക്കും, ഇതും എക്സ് ആയിരിക്കും. ഓക്കെ, അങ്ങനെ സൈഡിൻ്റെ ലെങ്ത് എല്ലാം എക്സ് ആയിരിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നതാണ് ഹൗ ഷുഡ് ദ വയർ ബി കട്ട്. അപ്പം നമുക്ക് ആ വയർ എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഞാൻ ഒരു വയർ എടുക്കുവാണ്, ഒരു ഓക്കെ, സോ ജസ്റ്റ് ഒരു വയർ എടുക്കുവാണ്. ഓക്കെ, സോ ഇത്രയുമാണ് 3.5 മീറ്റർ ലോങ് ഉള്ള വയറെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഈ വയറിനെ ഇത്രയെങ്കിലും വെച്ച് കട്ട് ചെയ്തിട്ട് ഞാൻ ഈ വയറിൻ്റെ ഒരു ഭാഗം വെച്ചിട്ട് സ്ക്വയർ ഉണ്ടാക്കണം. സോ ലൈക്ക് ഈ ഭാഗം വെച്ചിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് സ്ക്വയർ ഉണ്ടാക്കണം. അതുപോലെ തന്നെ ബാക്കി ഒരു ഭാഗം വെച്ചിട്ട് നമ്മൾ ട്രയാങ്കിൾ ഉണ്ടാക്കണം. സോ ലൈക്ക് ട്രയാങ്കിൾ ഷേപ്പിൽ ഉണ്ടാക്കണം. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിയാൻ നേരത്ത് എന്തുവാണ്? അതിൻ്റെ സൈഡ്സ്, ഈ സ്ക്വയറിൻ്റെ സൈഡും ട്രയാങ്കിളിൻ്റെ സൈഡും എല്ലാ സൈഡും സെയിം ആയിരിക്കണം. ഓക്കെ, അതാണ് നമ്മുടെ കണ്ടീഷൻ. അപ്പം ഈ ഇങ്ങനെ വയറിൻ്റെ കേസുകൾ, സോ ലൈക്ക് നമ്മൾ ചുറ്റും എടുക്കുന്നോളൂ അല്ലേ, നമ്മൾ സ്ക്വയർ ഉണ്ടാക്കാനായിട്ട് നമ്മൾ വയറിങ്ങനെ ചുറ്റുമാണ് വെക്കുന്നത് അല്ലേ. സോ ഇങ്ങനെ വയറിൻ്റെ കേസുകളൊക്കെ ആണെങ്കിൽ നമ്മൾ സാധാരണ പെരിമീറ്ററാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്കൊരു ഡെസ്ക് ഉണ്ട്, ഡെസ്കിന് ചുറ്റും നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും സാധനം വെച്ച് റാപ്പ് ചെയ്യണം ഒക്കെ വരാൻ നേരത്ത് നമ്മൾ എന്തോ ചെയ്യുന്നത്? പെരിമീറ്ററാണ് കണ്ടുപിടിക്കുന്നത്. സോ ലൈക്ക് ഈ ക്വസ്റ്റ്യനും പെരിമീറ്റർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. സോ എങ്ങനെ ആൻസർ ചെയ്യുമെന്ന് നോക്കാം. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് തന്നിരിക്കുന്ന സാധനം എടുത്തെഴുതാം. സോ ഇവിടെ ഞാൻ ഫിഗറിൽ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചില്ല, അതുപോലെ തന്നെ ഞാനൊന്ന് എഴുതുവാണ് ക്വസ്റ്റ്യൻ നമ്പർ 4ൻ്റെ ആൻസറായിട്ട്. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് എന്തോ ലെങ്ത് ഓഫ് ദ വയർ തന്നിട്ടുണ്ട്. സോ നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. ലെങ്ത് ഓഫ് ദ വയർ ഈക്വൽ ടു 3/1/2 അല്ലേ മീറ്റർ. ഓക്കെ, വയറിൻ്റെ ലെങ്ത് 3/1/2 നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്തൊക്കെ തന്നിരിക്കുന്നത്? നമുക്കൊന്നും തന്നിട്ടില്ല പ്രത്യേകിച്ച് അല്ലേ. അപ്പോൾ നമുക്ക് ഞാനിവിടെ പറഞ്ഞ പോലെ നമ്മൾ സൈഡ് എല്ലാം എക്സ് ആയിട്ട് ആണ് അല്ലോ, എല്ലാം എക്സ് ആണ്. സോ നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. ഓക്കെ, ലെറ്റ് ചെയ്യണം, ലെറ്റ് ദ ലെങ്ത് ഓഫ് ദ ഈക്വൽ സൈഡ് ബി എക്സ്. നമ്മൾ ഈക്വൽ സൈഡിൻ്റെ ലെങ്ത് എക്സ് ആയിട്ട് എടുത്തു. ഓക്കെ, ഇനി നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ പെരിമീറ്റർ ആണല്ലേ. അപ്പം ഈ ലെങ്ത് ഓഫ് ദ വയർ എന്ന് പറയുന്നത്, മൊത്തം ലെങ്ത് ഓഫ് ദ വയർ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനൊരു കണ്ടീഷൻ ഉണ്ടാക്കാം. ലെങ്ത് ഓഫ് ദ വയർ എന്ന് പറയുന്നത് എന്തുമായിരിക്കും? പെരിമീറ്റർ. പി എന്ന് ഞാൻ ഇടുവാണ്, നിങ്ങൾ പെരിമീറ്റർ എന്ന് തന്നെ എഴുതുക. പെരിമീറ്റർ ഓഫ് സ്ക്വയറും അതുപോലെ തന്നെ പെരിമീറ്റർ ഓഫ് എന്തുവാ ട്രയാങ്കിളും. ഓക്കെ, ഞാൻ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ, സോ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ജസ്റ്റ് ഷോർട്ടായിട്ട് ഇടുവാണ്. ഇങ്ങനെ പെരിമീറ്റർ ഓഫ് സ്ക്വയറും പെരിമീറ്റർ ഓഫ് ഇക്വലാറ്ററൽ ട്രയാങ്കിളും കൂടെ കൂട്ടി വെക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ആ ഒരു മൊത്തം പീസ് ഓഫ് വയർ കിട്ടുന്നത്. അപ്പം മൊത്തം പീസ് ഓഫ് വയറിൻ്റെ നമുക്കറിയാം എത്രയാ നമുക്ക് തന്നിട്ടുണ്ട്, 3/1/2 അല്ലേ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു പെരിമീറ്റർ ഓഫ് സ്ക്വയർ. ഫോമിൽ എന്തുവാടാ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ഒന്നുകൂടെ പറയാം. സോ പെരിമീറ്റർ ഓഫ് സ്ക്വയർ എന്ന് പറയുന്നത് 4 ഇൻറ്റു സൈഡാണ്. ഓക്കെ, 4 ഇൻറ്റു സൈഡ്. ഓക്കെ, അതുപോലെ തന്നെ പെരിമീറ്റർ ഓഫ് ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഫോമിൽ എന്തുവാ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സൈഡും ഈക്വലാണ്. സോ നോക്കിയേ, എല്ലാ സൈഡും ഈക്വലാണ്. അപ്പം 3 സൈഡും കൂടെ തമ്മിൽ പ്ലസ് ചെയ്യണം, ഇതാ മതി. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 3 ഇൻറ്റു എല്ലാ സൈഡും ഈക്വൽ അല്ലേ. സോ 3 ഇൻറ്റു സൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെരിമീറ്റർ ഓഫ് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ കിട്ടും. സ്ക്വയറിനും അങ്ങനെ തന്നെ എല്ലാ സൈഡും ഈക്വലാണ്, 4 സൈഡാണുള്ളത് അല്ലേ. അപ്പോൾ 4 സൈഡും തമ്മിൽ പ്ലസ് ചെയ്യുന്നതിനെക്കാട്ടും നമുക്ക് എന്ത് ചെയ്താൽ മതി?
4 വെച്ച് ഇൻറ്റു ചെയ്താൽ മതി. അപ്പം 4 ഇൻറ്റു സൈഡ്. അതുപോലെ തന്നെ ഇക്വലാറ്റർ ട്രയാങ്കിളിൻ്റെ എല്ലാ സൈഡും ഈക്വലാണ്. സോ 3 ഇൻറ്റു സൈഡ്. ഓക്കെ, സോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെരിമീറ്റേഴ്സിൻ്റെ ഫോർമുല കിട്ടും. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 3 1/2 കിട്ടും. അപ്പം 4 ഇൻറ്റു സൈഡിന് പകരം സൈഡ് എന്തുവാ, നമുക്ക് എക്സ് അല്ലേ. അപ്പം ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുവാണ്. 4 ഇൻറ്റു സൈഡിന് പകരം നമുക്ക് 4x എന്ന് എഴുതാം. അതുപോലെ തന്നെ പ്ലസ് 3 ഇൻറ്റു സൈഡിന് പകരം 3x എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തുവാ 3 1/2. ഇത്രയും ക്ലിയർ ആണല്ലോ. ഇപ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടി. ഇതൊന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ കിട്ടും. അപ്പോൾ ഇത് സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് പല പല രീതി ചെയ്യാം. നമുക്കിവിടെ മീറ്ററാണ് തന്നേക്കുന്നത്. ഈ മീറ്ററിനെ നമുക്ക് സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ആൻസർ കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് ഇങ്ങനെ തന്നെ സോൾവ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇങ്ങനെ തന്നെ സോൾവ് ചെയ്ത് കാണിക്കാം. വേറെ രീതിയിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യണമെങ്കിലും ഞാൻ കാണിച്ചു തരാം. ബട്ട് എല്ലാ രീതിയിൽ ചെയ്താലും നമുക്ക് ആൻസർ സെയിം തന്നെ കിട്ടും. അപ്പോൾ ഞാനിവിടെ പ്ലസ് ചെയ്യാൻ പോവാണ്. ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്യുവാണ്. സോ 4x + 3x എത്ര കിട്ടും നമുക്ക്? 7x അല്ലേ. 4ഉം 3യും കൂടെ പ്ലസ് ചെയ്തിട്ട് നമ്മൾ ആ എക്സ് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം, സെയിം ആയിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 1/2 അല്ലേ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 3 1/2 എന്നിട്ടു. ഓക്കെ, സോ 7x = 3 1/2 എന്ന് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇക്വേഷനകത്ത് നിന്ന് ഞാൻ ഈ ഇക്വേഷൻ മേലോട്ട് ജസ്റ്റ് എഴുതുവാണ്. ഇങ്ങനെ 7x = 3 1/2. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എക്സ് മാത്രമായിട്ട് എഴുതാം. അപ്പം ഞാനിങ്ങനെ എഴുതുവാണ്. x = ഞാൻ ഈ 7 ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ പോവുക. ഓക്കെ, അപ്പോൾ 7 ഇപ്പുറത്തേക്ക് പോകാൻ എന്താവും? ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണല്ലേ. അപ്പോൾ 7 ഇപ്പുറത്തേക്ക് പോകാൻ എന്തായിട്ട് മാറും? അത് ഡിവിഷനായിട്ട് മാറും. അപ്പോൾ ഞാനിങ്ങനെ എഴുതുവാണ് 3 1/2. ഓക്കെ, ഡിവിഷൻ ചെയ്യുന്നതിന് പകരം നമുക്ക് ഇങ്ങനെയും കൂടെ എഴുതാം. എന്ത് ചെയ്യാം? ഇൻറ്റു 1/7 എന്നിടാം അല്ലേ. അപ്പോൾ 7 അടിയിൽ വന്നു, ഡിവിഷൻ്റെ ഫോമിൽ വന്നു. അപ്പോൾ 7 ഡിവൈഡഡ് ആണ് ഇവിടെ കിടക്കുന്നത് അല്ലേ. 7 ഡിവൈഡഡ് ബൈ ആണ് കിടക്കുന്നത്, താഴത്താണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഈ ഒരു 7നെ ഈക്വൽ ടു ഇപ്പുറത്തേക്ക് വരാൻ നേരത്ത് ഇവിടെ ഫ്രാക്ഷൻ ആയതുകൊണ്ട് തന്നെ, ഇവിടെ ഒരു ഫ്രാക്ഷൻ അല്ലേ കിടക്കുന്നത്. അപ്പോൾ ഇത് ഫ്രാക്ഷൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാൻ നേരത്ത് നമ്മൾ അതിൻ്റെ റെസിപ്രോക്കൽ എഴുതാൻ പറ്റും. ഇനി നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്യാം. ഇത് നമ്മൾ സോൾവ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട് അല്ലേ. 7ാം ക്ലാസ് തൊട്ടൊക്കെ പഠിക്കാൻ തുടങ്ങിയതാണ്. 7 6 ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഒരു മിക്സഡ് ഫ്രാക്ഷനാണിത്. അതിനെ നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? ഇംപ്രോപ്പറിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയേ, ഇവിടെ 3 × 2 അല്ലേ. സോ നീ നോക്കിയേ, കണ്ടോ, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. ഇത് തമ്മിൽ ആദ്യം ഇൻറ്റു ചെയ്യാം. ഞാൻ അങ്ങനെ ചെയ്യുവാണ്. 2 × 3. പിന്നെ മേളിലൊരു 1 ഉണ്ട്, അപ്പോൾ +1 ചെയ്യാം. ഓക്കെ, ഡിവൈഡഡ് ബൈ ഈ അടി കിടക്കുന്ന എന്തുമായിരുന്നു? 2. അത് തന്നെ അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ നമ്പർ ഞാൻ നേരെ താഴത്തോട്ട് ഇറക്കുവാണ്. സോ ഇൻറ്റു 1/7. അപ്പം ഞാൻ ഇതങ്ങ് സോൾവ് ചെയ്യുകയാണ്. 2 × 3 എന്ന് വെച്ചാൽ എത്ര നമുക്ക് കിട്ടുന്നത്? 6 കിട്ടും. സോ 6 + 1 7 എന്ന് കിട്ടി. അപ്പോൾ ഞാനിതൊന്ന് റീറൈറ്റ് ചെയ്യുവാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 7/2. പിന്നെ അതിൻ്റെ കൂട്ടത്തിലുള്ള എന്തുവാ? ഇതല്ലേ, ഇൻറ്റു 1/7 എന്ന് കിട്ടി. മേളിലും താഴെയും 7 വന്നിട്ടുണ്ട്. സോ നമുക്കത് കട്ട് ചെയ്ത് കളയാം. സോ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. നമുക്ക് എത്ര കിട്ടി? 1/2 എന്ന് നമുക്ക് ആൻസർ കിട്ടി. സോ എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി 1/2. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാൻ ഞാനൊന്നുകൂടെ പറഞ്ഞുതരാം. ഓക്കെ, ഞാൻ ഈ കാര്യങ്ങളൊക്കെ പണ്ട് പഠിച്ചതുകൊണ്ടാണ് ഇത്രയും ഫാസ്റ്റ് പറഞ്ഞു പോയത്. എന്നാലും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ജസ്റ്റ് ഒന്ന് കൂടെ കണ്ടു നോക്കാം കേട്ടോ. സോ എക്സ് എന്ന് പറയുന്നത് എത്ര നമുക്ക് കിട്ടി? 1/2 നമുക്ക് കിട്ടി. സോ x = 1/2. അപ്പോൾ നമ്മുടെ സൈഡാണ് നമുക്ക് കിട്ടിയത് അല്ലേ. നോക്കിയേ, ലെങ്ത് ഓഫ് ഈക്വൽ സൈഡ്, എല്ലാ സൈഡും നമുക്ക് എത്രയാണ്? 1/2 ആണ്, അല്ലെങ്കിൽ ഹാഫ് ആണ്. സോ നമുക്കിനി അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര ലെങ്ത് ആണ് വേണ്ടത്? സോ നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? പെരിമീറ്റർ ഓഫ് സ്ക്വയറും പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് എത്ര വെച്ച് കട്ട് ചെയ്യണമെന്നുള്ള സാധനം കിട്ടും. അതും കൂടെ ചെയ്താൽ മതി ലാസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. ദെയർഫോർ പെരിമീറ്റർ ഓഫ് സ്ക്വയർ = എന്തുവാണ്? 4 × സൈഡിന് പകരം നമുക്ക് എന്തിട്ട് കൊടുക്കാം? 1/2 ഇട്ട് കൊടുക്കാം. സോ നമുക്കിത് ഇൻറ്റു ചെയ്തേ. 4 × 1 എത്രയാ? 4/2 അല്ലേ. 4/2 എന്ന് വെച്ചാൽ എത്ര കിട്ടും? 4/2 എന്ന് വെച്ചാൽ 4ൻ്റെ പകുതി. സോ ദാറ്റ് ഈസ് 2 മീറ്ററാണ് സ്ക്വയറിന് വേണ്ടി കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ബാക്കി വരുന്ന എത്രയായിരിക്കും? നമുക്ക് എന്ത് ചെയ്യാം? നമുക്കിങ്ങനെ എഴുതാം. പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ അല്ലെങ്കിൽ ഇക്വലാറ്റർ ട്രയാങ്കിൾ = 3 × ½ അല്ലേ. 3 × 1/2. സോ 3 × 1/2 ഈസ് 3/2. ഇനി 3/2നെ നമുക്ക് മിക്സഡിലേക്ക് കൺവേർട്ട് ചെയ്യണേ ചെയ്യാം. അതെങ്ങനെ ചെയ്യുന്നത്? 3/2 ചെയ്യുക. സോ ലൈക്ക് നമുക്ക് എത്ര കിട്ടും? 1. ഇവിടെ നമുക്ക് റിമൈൻഡർ 1 കിട്ടും. സോ നമുക്ക് മേളിൽ കിട്ടിയ ഈ സംഭവമില്ലേ, ഇതിനെ നമ്മൾ വോൾ നമ്പറായിട്ട് എഴുതണം. നോക്കിയേ, ഞാനിങ്ങനെ കാണിച്ചു തരാം. സോ ലൈക്ക് 1 ആയിട്ട് എഴുതുക. റിമൈൻഡർ കിട്ടിയില്ലേ? ഈ റിമൈൻഡർ എവിടെ വരണം? മേളിൽ വരണം. സോ 1/7
നമ്മൾ എത്രയായിരുന്നു ഡിനോമിനേറ്റർ? 2 അല്ലേ? 2. ഓക്കെ, നമുക്ക് 2 ആൻസർ കിട്ടി. 2 മീറ്ററും 1/2 മീറ്റർ. ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്ത് നമുക്ക് എത്ര കിട്ടും? 3 1/2 മീറ്റർ എന്ന് കിട്ടും. സോ മൊത്തം 3 1/2 ഉണ്ടായിരുന്നത് നമ്മൾ കട്ട് ചെയ്തു. ഒരു 2 മീറ്ററും പിന്നെ ബാക്കി 1/2 മീറ്റർ. ഓക്കെ, സോ ഇങ്ങനെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടുത്തെ മീറ്ററിനെ ആദ്യം തന്നെ കൺവേർട്ട് ചെയ്ത് സെൻറ്റിമീറ്ററിലേക്ക് ആക്കാം. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, രണ്ട് രീതി ചെയ്താലും നിങ്ങൾ അവസാനം എഴുതുമ്പോഴത്തേക്കും ഫ്രാക്ഷനിൽ എഴുതേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് ഫ്രാക്ഷൻ വെച്ചിട്ട് തന്നെ ചെയ്യിപ്പിച്ചത്. നിങ്ങൾക്കറിയാം എന്ന് പ്രതീക്ഷിക്കുന്നു ഫ്രാക്ഷൻ്റെ കാര്യങ്ങളൊക്കെ. ഫ്രാക്ഷൻ്റെ ഒരു വീഡിയോ ഞാൻ അല്ലാതെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കണമെങ്കിൽ ആ ഒരു വീഡിയോ കാണുക, ബേസിക് ഓഫ് ഫ്രാക്ഷൻ. സോ ലൈക്ക് എല്ലാ കാര്യങ്ങളും ഫ്രാക്ഷനെ കുറിച്ച് അറിയേണ്ട എല്ലാ കാര്യങ്ങളും ഞാനകത്ത് പറയുന്നുണ്ട്. സോ കൂടുതലായിട്ട് ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് 5ാമത്തെ ക്വസ്റ്റ്യൻ അടുത്ത വീഡിയോ ചെയ്യാം. താങ്ക് യു.